നബിക്ക് മര്യാദയ്ക്ക് ഒരു വാപ്പയെ കൊണ്ടുവരട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ജന്മദിനമൊക്കെ നമ്മൾ ആഘോഷിക്കാം. ഞാൻ നല്ലൊരു ജന്മദിനം നേർന്നിട്ടുണ്ട്, പോക്സോ ദിന ആശംസകൾ. അപ്പൊ എല്ലാരും ചോദിച്ചു, യോ പോക്സോയ്ക്കൊക്കെ ഒരു ആശംസ വേണോന്ന്. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോണതല്ലേ. നമ്മുടെ ജസ്ന സലീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നടന്നു. പല മീഡിയകളും അവരെ പൊക്കിക്കൊണ്ട് നടന്നു. ആദ്യം ഹിന്ദുക്കൾ പൊക്കിക്കൊണ്ട് നടന്നു. ഞാനടക്കം, ഞാൻ അവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ആളാണ് മുമ്പ്. കാരണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു സ്ത്രീ കണ്ണന്റെ ചിത്രം വരച്ച് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വലിയ ഒരു ഭീഷണി നിറഞ്ഞ ഒരു മേഖലയാണ്, ഒരു ഉദ്യമം തന്നെയാണ്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നി. കാരണം അതൊരു സാഹസികതയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മത അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റ്. അവര് പറയുന്നത് പോലെ ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ ഒരു അവസരം ഞാനായിട്ടുണ്ടാക്കി തന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ വിവരക്കേടാ. അതുപോലെയുള്ള ഒരുപാട് വിവരക്കേടുകൾ അവർ പറയുന്നുണ്ട്. പോട്ടെ, അതിനെയൊന്നും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില വിഷയങ്ങളിൽ മാത്രമാണ്. അവർക്ക് മതം വിട്ടവരോട്, മതത്തെ വിമർശിക്കുന്നവരോടൊക്കെ വല്ലാത്ത അമർഷമാണ്. അപ്പോഴാണ് അവര് മതത്തിനകത്തോ പുറത്തോ എന്ന് ചോദിക്കേണ്ടി വന്നത്. അവര് വലിയ ആളായിട്ട് അങ്ങനെ നിപ്പുണ്ടല്ലോ. ആ തമ്പുരാൻ ഇവിടെ റാലിയില്, ശരി, നമ്മളിന്ന് 11 മണിക്ക് ലൈവ് വെച്ചിട്ടുണ്ട്. ആ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. തമ്പുരാൻ വരണേ, ഒരു 11 മണിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നബിയുടെ അത്ഭുത ജനനവും മാറുപിളർത്തിയ സംഭവവും നബിയുടെ പിതാവ് മാതാവ് ഒക്കെ അതിനകത്ത് വന്നോട്ടെ, ഇരിക്കട്ടെ. ഇവിടെ ഇവര് കണ്ണന്റെ ചിത്രം വരയ്ക്കുക മാത്രമല്ല, അതിന്റെ പേരില് ഇവര് വല്ലാതെ പോപ്പുലാരിറ്റി അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും കോടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതും അവരുടെ മാത്രം വിഷയമാണ്. അവരുടെ കഴിവിനെ വിറ്റ് അവർ അധ്വാനിച്ച് ദിവസങ്ങളോളം എടുത്തു വരയ്ക്കുന്നു എന്ന് പറയുന്നത് എന്തോ ആവട്ടെ. അവര് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് എത്ര വില നിശ്ചയിക്കണം, എത്ര മൂല്യം നിശ്ചയിക്കണം, അത് അവരുടെ മാത്രം കാര്യമാണ്. അതിലേക്ക് നമ്മൾ കൈകടത്താനില്ല. അവര് കോടികൾ സമ്പാദിക്കട്ടെ, സമ്പാദിക്കാതിരിക്കട്ടെ. ഇവിടുത്തെ വിഷയം അവര് ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറയുകയും, തമ്പുരാൻ വേണം, ഞാൻ അഡ്മിൻ ആക്കി തരാം കേട്ടാ, മോഡറേറ്റർ ആക്കി തരാം. ആ സമയത്ത് വരുന്ന കമന്റ്സുകൾക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി തമ്പുരാൻ കേട്ടാ. ശരി. അപ്പോ ഒന്ന് ആലോചിക്കണം, ഇവരെ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നത്. തട്ടമിടുകയും ഞാൻ നമസ്കരിക്കാറുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. രാവിലെ കണ്ണന്റെ ചിത്രം വരയ്ക്കാനിരിക്കുന്ന താത്ത ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നില്ല, ളുഹ്ർ നമസ്കരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുന്നില്ല. വൈകിട്ട് അസർ നമസ്കാരത്തിനാണ് അവര് ഭക്ഷണം കഴിക്കാൻ തന്നെ വരുന്നത്. എന്താ? ജോലിയോടുള്ള ആത്മാർത്ഥത. ഞാൻ അത്രേ അതിനകത്ത് കണ്ടിട്ടുള്ളൂ. പിന്നെ പണത്തിന് അത്യാഗ്രഹം ഉണ്ടെങ്കിൽ, അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നൈറ്റും ഡേയും ഒക്കെ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറില്ലേ? അത്രേ ഉള്ളൂ. കൂടുതൽ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എത്ര കഠിനമായി അധ്വാനിക്കാനും തയ്യാറാകും. ഇവിടെയും അത് തന്നെയുള്ളൂ. ഒരു ചിത്രം വരയ്ക്കുന്നത് മോക്ഷത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഗുരുവായൂരിലെ ക്ഷേത്രം സമർപ്പിച്ചു, ഓസിനൊന്നും അല്ലല്ലോ. ഒരുപാട് സ്പോൺസേഴ്സ് ഇല്ലേ? ഒന്നിലധികം ആളുകൾ ഇവർക്ക് സ്പോൺസർ ആയിട്ട് വരുന്നുണ്ട്. 20,000 മുതൽ 75,000 കഴിഞ്ഞ് ലക്ഷങ്ങൾ വരെ സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്ന് ശ്രീലാപിള്ള, ലക്ഷ്മികാനത്ത് അടക്കമുള്ള ആളുകൾ അതൊക്കെ ഡിക്ലെയർ ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ കോടതി താത്തായെ ഒന്ന് മുറുകെ പിടിച്ചു. ഒടുവില് താത്തായെ ഒരുപാട് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നത് കണ്ടിട്ട് താത്ത കണ്ണനോടടങ്ങാത്ത ഭക്തി ഉള്ളത് കൊണ്ട് തന്നെ താത്ത 2-3 പാരസെറ്റമോളിന്റെ ഗുളിക കഴിച്ചിട്ട് അങ്ങ് പോകാൻ തീരുമാനിച്ചു. എന്നിട്ടും കണ്ണൻ വിട്ടില്ല. കണ്ണൻ വീണ്ടും അവർക്കൊരു പുനർജീവിതം നൽകി, ജീവൻ നൽകി. അതൊക്കെയാണ് ഇവര് പറയുന്നത് കേട്ടോ. പക്ഷേ ഇവര് യഥാർത്ഥത്തിൽ എന്താണ് എന്തല്ല എന്ന് ഇവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. അവര് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഞാൻ ഹിന്ദു എന്നാ പറയാറ്, ഹിന്ദുക്കളെ പറ്റിച്ചാണ് ജീവിക്കുന്നത്, ആ പറ്റിക്കലും ഒരു കലയാണ് മക്കളെ എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് ആ വിഷയത്തിൽ കുറ്റം പറയാനും പറ്റില്ല. അവരുടെ ഭക്തിയിലും അതുപോലെ ശങ്കരേട്ടന്റെ ഗർഭത്തിലുമൊക്കെ അവരായിട്ട് ചെന്ന് വീഴുന്നതാ, നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോ ശ്രീല പിള്ള ഇവരുടെ കോടതി വിധിയും കേസുകളും അതിന്റെ വ്യവഹാരങ്ങളും ഒക്കെയായി പുതിയ അപ്ഡേഷനുമായി വന്നിട്ടുണ്ട്. കേൾക്കാം. അപ്പോ ഇന്ന് ഞാൻ 2 വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ലൈവ് വന്നിട്ടുള്ളത്. രണ്ട് വിഷയവും ഉഡായിപ്പ് കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒന്ന്, വളരെ സന്തോഷകരമായ ഒരു വാർത്ത. ഉഡായിപ്പ് കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കൂടി ചേർന്ന് കോടതിയിലേക്ക് പോയിരുന്നു. ആ കോടതിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചിരുന്നു. ഇന്ന് ഈ ഉഡായിപ്പ് കൃഷ്ണഭക്തിയുടെ ഭക്തിക്ക് കോടതിയിൽ ഹാജരാവാൻ, അതായത് അവർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ ഹൈക്കോടതിയിലേക്ക് റെപ്രസെന്റ് ചെയ്യാനായി അവർ വരണം എന്ന ആവശ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും അവർക്ക് അതിനുള്ള കത്ത് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ആ കാര്യം കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ദിവസം കഴിയുന്തോറും വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, അപ്പൊ കഴിഞ്ഞ കുറേ ദിവസമേ നമ്മുടെ കൃഷ്ണഭക്തയെ കാണാനില്ല, ഉഡായിപ്പ് കൃഷ്ണഭക്തയെ കാണാനില്ല. പക്ഷെ ഉഡായിപ്പ് കൃഷ്ണഭക്ത പതുങ്ങിയിരുന്നുകൊണ്ട് പലതരത്തിലുള്ള PR ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് തൽക്കാലം ഈ ജനരോഷം ഒന്ന് അടങ്ങിയ ശേഷം ഒന്ന് പുറത്തേക്ക് ചാടാനുള്ള ഒരു മാർഗം നോക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പടിയായി ഒരു മലപ്പുറത്ത് എവിടെയുള്ള ഒരു ചെറിയ പയ്യൻ, ഒരു യൂട്യൂബറെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവ് കൊടുത്തിട്ടുള്ള എല്ലാവരെയും ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ കളിയാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ വീഡിയോ ഒരു വീഡിയോ, ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാറില്ലാത്ത ഒരാളാണ്. കാരണം ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയി അത്തരത്തിൽ അതിനെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ വാർത്ത ചെയ്യല്ല, അത്തരത്തിലുള്ള ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അയാളുടേതായ ഒരു കോണ്ടന്റുമില്ല, ഒരു സാധനവുമില്ല, ഒന്നുമില്ല. ഒരു വാർത്ത നോക്കുമ്പോൾ ഒരു കോണ്ടന്റ് പോലും അയാൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമില്ല. ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോയി അത് ചുമ്മാ തിരുന്ന് അട്ടഹസിക്കുകയും ചിരിക്കുകയും ഒന്നും ഒരു കാശിനും കൊള്ളാത്ത ചില വീഡിയോസ് ചെയ്യുന്നു. അത് കേട്ട് ഏറ്റവും ലോക്കൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നു. അങ്ങനെ ചിരിച്ചു പോകുന്ന ഒരാളാണ്. ഒരു വാക്ക് പോലും അല്ലാതെ പറയാനും അറിയില്ല. ഇതിപ്പോ വീഡിയോ ചെയ്താണ് എടുത്ത, ലൈവ് അല്ല. അപ്പൊ വീഡിയോ ചെയ്തിടുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ലൈവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാണ് സംസാരിക്കുന്നത്. സ്ത്രീകളെ ആക്ഷേപിക്കാനും, അതായത് 4 സ്ത്രീകളെയും ഒരു പുരുഷനെയുമാണ് ഞങ്ങൾ ഏറ്റവും ശക്തരായി വാർത്ത ചെയ്തിട്ടുള്ള 5 പേരെ ആണ് ആക്ഷേപിക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഈ വിഷയങ്ങൾ, ഇവിടെ കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയങ്ങൾ ഞാൻ കാര്യമാക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല, അയാൾ ഒന്നും അല്ലാത്തടത്തോളം കാരണം ഞാൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എന്റെ പൊന്ന് ശ്രീല പിള്ളേ, ഇത് ഒരാള് എന്നോട് വിളിച്ചു പറഞ്ഞു, അതിന്റെ ലിങ്ക് ഇട്ട് തന്നു. ഞാനത് ഓപ്പൺ ചെയ്യാനൊന്നും പോയില്ല, അങ്ങനെ പോലും ഒരു വ്യൂ ആകണ്ട എന്ന് വിചാരിച്ചിട്ട്. അത് ഇവരെങ്ങനെയാണെന്ന് അറിയാമോ? ഒരാൾക്ക് മറുപടി പറയാൻ അറിയില്ല. എന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് അറിയണ്ടേ, ചുമ്മാ പരിഹാസം മാത്രം. അപ്പൊ അത് കേൾക്കാൻ വരുന്ന ആളുകളുടെ നിലവാരം നമുക്ക് അളക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മളെ കേൾക്കുന്ന ആളുകൾ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ജീവിതത്തിൽ എന്ന് കരുതുന്നവരാ. അവർക്ക് നമ്മുടെ ലൈവ് കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ വീഡിയോസ് കൊണ്ട് എന്തെങ്കിലും പുതിയ ഒരു അറിവ് കിട്ടണം. കാരണം അവരും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ഒരുപാട് സമയമുള്ള ആളുകളും മറ്റുള്ളവരെ അനാവശ്യമായി പരിഹസിക്കാൻ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ പറയാനില്ല, അങ്ങനെയുള്ളത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. അവരൊക്കെയാണ് അങ്ങോട്ട് പോകുക. അതിനെയൊക്കെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയുക. എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്തും ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. കാരണം നമ്മളൊക്കെ സ്വന്തമായി, ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തന്നെ ഞാൻ കൃത്യമായി കോടതിയിൽ നിന്ന് രേഖ സമാഹരിച്ചുകൊണ്ട് അത് പഠിച്ച് ഓരോ വിഷയവും വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് ഞാൻ പൊതുജന സമൂഹത്തിലേക്ക് വരുന്ന ഏത് വിഷയത്തിലാണെങ്കിലും വളരെ വ്യക്തമായി അതിന്റെ ഏത് കാര്യം ചോദിച്ചാലും എനിക്ക് പറയാൻ അറിയുന്ന രീതിയിൽ വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് വരുന്നത്, എന്തെങ്കിലും കാര്യം പറയാനായിട്ട് വരുന്നത്. ഇനി ചർച്ചയിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഇത്തരത്തിൽ ആരുടെയെങ്കിലും വായിൽ നിന്ന് പൊഴിയുന്നത് എടുത്തുകൊണ്ട് പോയി ആരെയെങ്കിലും കളിയാക്കിക്കൊണ്ട് ജീവിക്കുന്ന തരത്തിലുള്ള മാനസിക വൈഭവത്തിന് ഉടമയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് വിഷയമല്ല, അയാൾ എന്ത് ചെയ്തോട്ടെ പ്രശ്നമല്ല. പക്ഷെ അത് പറഞ്ഞത് അയാൾ പല ഘട്ടങ്ങളിലും ഇവിടെ ജസ്ന ചേച്ചി എന്നവരെ ഉച്ചരിക്കുന്നതും പറയുന്നതും ഒക്കെ കിട്ടും. എന്നാൽ ബാക്കിയുള്ളവരെയൊക്കെ വളരെ മോശമായി സംസാരിക്കുന്ന അയാൾ ഈ ചേച്ചിയെ മാത്രം ചേച്ചി എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ അന്നമായിരിക്കും അത്. ഇത്തരത്തിൽ കുറെ ആൾക്കാർ യൂട്യൂബ് നടത്തുന്നുണ്ട്, പണം വാങ്ങിച്ചുകൊണ്ടും ഇത്തരത്തിൽ പബ്ലിക് റിലേഷൻ ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കുന്ന അത്തരത്തിലൊരു ജീവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊട്ടെ, ഇനി അടുത്ത കാര്യം പറയാനുള്ള, കഴിഞ്ഞ ദിവസം വളരെ ഗൗരവകരമായ ഒരു വാർത്ത വീണ്ടും കാണാനിടയായി. വാർത്ത ചെയ്തിരിക്കുന്നത് മനോരമയുടെ ഓൺലൈനാണ്. മനോരമയുടെ ഓൺലൈനിൽ
ഈ ഉഡായിപ്പ് കൃഷ്ണഭക്ത പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അവർ നേരത്തെ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു യൂട്യൂബ് ചാനൽ, എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ കൊടുത്തിരുന്ന ഒരു ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട്, അത് അവരുടെ റെഗുലർ ചാനലാണ്, നമുക്കറിയാമല്ലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരുടെ ഇന്റർവ്യൂ എടുത്ത് ഗുരുവായൂർ വന്ന വിഷയം പോലും ഇവരിയ്ക്കുന്നതും നിൽക്കുന്നതും തറയിലിരിക്കുന്നതും നടന്നു പോകുന്നതും വഴക്കിടുന്നതും എല്ലാം അവരോട് ആരോ ആ വഴക്കിട്ട വീഡിയോ തന്നെ അവരാണ് പുറത്തുവിട്ടത്. അവർ ഗുണകരമാകുമെന്ന് വിചാരിച്ചു വിട്ടതായിരിക്കും ഈ വീഡിയോ. കാരണം ഇവരുടെ ആരോ അടിമപ്പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ആ 2 വീഡിയോ മാത്രമാണ്. അല്ല, ഇവർ ഒരുപാട് വിമർശനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വിധേയരായി നമ്മളൊക്കെ ശക്തമായ രൂപത്തിൽ വിമർശിക്കുമ്പോഴും ഇവർ നിൽക്കുന്നതും ഇരിക്കുന്നതും ചരിയുന്നതും അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും റീൽസ് എടുക്കുന്നതും അടക്കം തലമുടി കെട്ടുന്നതും മുല്ലപ്പൂ വയ്ക്കുന്നതും വരെ ആ മീഡിയയിലൂടെ പുറത്തു വന്നതാണ് നമ്മളൊക്കെ കണ്ടത്. 2 മീഡിയ മാത്രമാണ് അന്നത്തെ ദിവസം ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്നത്. അതിലൊന്നാണ് ഈ വെറൈറ്റി മീഡിയ. ഈ വെറൈറ്റി മീഡിയ നേരത്തെ കൊണ്ടുവന്ന ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ ഇവർ വ്യക്തമായി പറയുന്നു, കണ്ണനെ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഏതാണ് ഇത്, ഹിന്ദുക്കളുടെ ഒരു ദൈവമാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ആ സാധനം ഏതാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് അവരുടെ പരാമർശം. ഈ പരാമർശം വെച്ചുകൊണ്ട് ഒരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോസ് എടുത്തുകൊണ്ട് ചിലരൊക്കെ ഫാക്ട് ചെക്ക് നടത്താറുണ്ട്. അത്തരത്തിലൊരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിട്ട ഒരു വാർത്ത. ആ വാർത്തയിൽ ഈ മനോരമയുടെ ഓൺലൈൻ പറയുന്നത് ഇവർ ഒരു തരത്തിലുമുള്ള ഹൈന്ദവ വിശ്വാസത്തെ അല്ലെങ്കിൽ കൃഷ്ണനെ അപഹരിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടില്ല എന്ന്. അത് പറയാൻ മനോരമയ്ക്കും കണ്ടത്തിൽ ഫാമിലിക്കുമാണോ ഇവിടുത്തെ ഹൈന്ദവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുമ്പോൾ സാധനം എന്ന് നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യരെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളിലൊന്നാണ് സാധനം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വന്നിരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മളെ പറയുന്നത് ഈ സാധനം എവിടെ നിന്ന് വന്നു എന്നാണ്. അത് അധിക്ഷേപത്തിൽ ഉപയോഗിക്കുന്ന വാചകം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു PT കുഞ്ഞുമുഹമ്മദിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പാഠഭാഗത്തിൽ ഉള്ള ഒരു വാചകം എടുത്ത് അത് കൊണ്ടുപോയി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാതെ ചെയ്തു പോയ അബദ്ധത്തിന് ഇവിടെ എന്താണ് ജോസഫ് മാഷൻ? അല്ല, ശ്രീലപ്പിള്ളയ്ക്ക് ആ വിഷയത്തിൽ എന്തോ ചെറിയൊരു ന്യൂനത പറ്റിയിട്ടുണ്ട്. ഒരു അറിയാഴികയുമില്ല. PT കുഞ്ഞുമുഹമ്മദ് എഴുതിയ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന നോവലിൽ നിന്നും ചെറിയ ഒരു പാഠഭാഗം എടുത്ത് PT കുഞ്ഞുമുഹമ്മദിന്റെ പേര് തന്നെ ജോസഫ് മാഷ ചോദ്യപേപ്പറിൽ പ്രയോഗിച്ചു. മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന് പ്രയോഗിച്ചതിന്റെ പേരിലാണ് ആ മനുഷ്യന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞത്. ആ മനുഷ്യന്റെ മകനെ എന്തെല്ലാം ചെയ്തു കൊണ്ടുപോയി. ആ മനുഷ്യന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവ് നമ്മൾ കാണുവാണ്. സഭ, സർക്കാർ, അദ്ദേഹത്തിന്റെ പാർട്ടി എല്ലാം അദ്ദേഹത്തെ വേട്ടക്കാർക്ക് എറിഞ്ഞു കൊടുത്തു വേട്ടയാടാൻ. അപ്പൊ PT കുഞ്ഞുമുഹമ്മദിന്റെ പേരാണ് അതിനകത്ത് പ്രയോഗിച്ചത്. അതിന്റെ പേരിലാണ്, അബദ്ധത്തിലല്ല. കുഞ്ഞുമുഹമ്മദിന്റെ പേര് മുഹമ്മദ് നബി എന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. ശരി, നമ്മൾ കണ്ടതാണ്. അപ്പോ ആ സമയത്ത് മനോരമ എവിടെയായിരുന്നു? ഫാക്ട് ചെക്ക് അന്ന് എന്താണ് മനോരമ നടത്താതിരുന്നത്? ഇപ്പൊ ഇതിന്റെ പിന്നിൽ എത്ര ഒരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയിൽ വരുന്നതിന് പിന്നിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ട്. ഒരു പക്ഷേ മനോരമയുടെ താല്പര്യമാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവരുടെ താല്പര്യമായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഇത്തരത്തിൽ ട്രെയിനിങ് ലഭിക്കുന്നതും അത്തരത്തിൽ ട്രെയിനിങ്ങുമായി മുന്നോട്ട് പോകുന്നതും ഒക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാണ് ഇത്തരത്തിലുള്ള ഫാക്ട് ചെക്കുകളും മറ്റും ഉള്ള കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അവരിൽ ആരെങ്കിലുമാണ്, ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നു, ഈ സ്ത്രീയുടെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഈ സ്ത്രീയോട് വളരെ കൃത്യമായി തന്നെ ഈ സ്ത്രീക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇത്രയേറെ പ്രശ്നങ്ങളുള്ള സ്ത്രീയാണ് ഇവരെന്ന് ബോധ്യമായിട്ടും 18ഓളം കേസുകൾ ഇവർ നൽകി നാട്ടിലുള്ളവരെ മുഴുവൻ പറ്റിച്ച് ഇത്തരത്തിൽ കേസ് കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ബോധ്യമായിട്ടും ഇത്രയേറെ സമൂഹത്തിന്റെ മുന്നിൽ ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പൊതുജനം കണ്ടിട്ടും ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ആ വിഭാഗം എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം വളരെ കൃത്യമായി തന്നെ ഇവരുടെ പിന്നിൽ കൃത്യമായ അജണ്ടയോട് കൂടി ഒരു കൂട്ടർ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ഇവരെ വിമർശിക്കുകയോ ഇവരെ എതിർക്കുകയോ ഇവർക്കെതിരിൽ വീഡിയോ ചെയ്യുകയോ ചെയ്യുന്നവരെ ആ വീഡിയോകളുടെ ഒക്കെ താഴെ വന്ന് ഒരു അജണ്ട പോലെ ഓരോരുത്തര് പുഴുത്ത തെറി വിളിക്കുവാണ്. ഒരാൾ വിളിക്കുന്ന അതേ തെറി തന്നെ മറ്റുള്ളവർ പേസ്റ്റ് ചെയ്തെടുത്ത് കോപ്പി ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഇവരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? അതുകൊണ്ടാണ് നമ്മൾ ശക്തമായി പറയുന്നത്, ഇവർക്ക് പിന്നിൽ ശക്തമായി ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇവരെ ചാർജ് ചെയ്ത് ട്യൂഷൻ കൊടുത്തിറക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു സംഘടനയുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രത്യേകിച്ച് മനോരമ പോലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, മനോരമ ഒരു പൈങ്കിളിയാണത് വേറെ കാര്യം, പക്ഷെ എങ്കിൽ പോലും മനോരമ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയി വായിക്കപ്പെടുന്ന ഒരു ഓൺലൈനാണ്. അപ്പൊ അത്തരത്തിലുള്ള
അല്ലെങ്കിൽ ഈ മനോരമ പത്രത്തിന്റെ പണ്ടുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഇവർ എങ്ങനെയാണ് ഈ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് എന്ന് മുതലാണ് മനോരമ ഈ വെറൈറ്റി മീഡിയ പോലുള്ള ഈ ഓൺലൈൻ എന്റർടൈൻമെന്റ് ചാനലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളുടെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഇതിൽ ഫാക്ട് ചെക്ക് ആരംഭിച്ചത് എന്ന് മുതലാണ്. അങ്ങനെയാണെങ്കിൽ മനോരമ ഒരു കാര്യം ചെയ്യും. റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു വാർത്തയുണ്ട്, കേരളത്തെ പിടിച്ചു കുലുക്കുന്ന വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട്. അതിന്റെ ഫാക്ട് ചെക്ക് അടുത്ത ആഴ്ച നടത്താം. അത് ശരിയാണോ, ആ സംഭവം ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ടെ ആരാണ് ഇവിടുത്തെ ഈ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നും അല്ലെങ്കിൽ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ കമന്റ് വായിക്കാൻ പോയതാ. ശരി, അത് മറുപടി ഞാൻ പിന്നെ പറയാം. ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നും അവർ കണ്ണനെ അപമാനിച്ചിട്ടില്ല എന്നും. കണ്ണനെ അപമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അയൽപ്പത്തെ കണ്ണനെ ആയിരിക്കും അപമാനിക്കാത്തത്. ഏതായാലും ഒരു കാര്യം ഹിന്ദുവിന് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അവർ പറഞ്ഞ വാചകം ഹിന്ദുക്കളുടെ ദൈവമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇതേതാ സാധനം എന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സാധനം എന്ന വാക്ക് മാത്രം മതി അധിക്ഷേപത്തിന്. ഞങ്ങളൊക്കെ വളരെയേറെ ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ആരാധനാമൂർത്തിയെ അത്തരത്തിൽ അധിക്ഷേപിച്ചത് അധിക്ഷേപം തന്നെയാണ്. അതിൽ അധിക്ഷേപം നടന്നിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയുക? ഇനി ഓവറോൾ ആ ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ അവർ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് പറയുന്നതാണെന്ന് വ്യക്തമല്ലേ? അവരുടെ മനസ്സിലിരിപ്പല്ലേ അതിൽ നിന്ന് പുറത്തു വന്ന ആ സെന്റൻസിൽ നിന്ന്. പിന്നെ എങ്ങനെയാണ് മനോരമയ്ക്ക് എന്താണ് ഇത് താല്പര്യം? മനോരമ എങ്ങനെയാണ്, മനോരമയുടെ ഓൺലൈൻ എങ്ങനെയാണ് പറയുക ഇവിടെ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നും ഇത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്നും മനോരമയുടെ ഓൺലൈൻ എങ്ങനെ ഇത് കണ്ടെത്തി? അതിനുള്ള എന്ത് മാർഗമാണ് മനോരമയ്ക്കുള്ളത്? എന്ത് ഫാക്ട് ചെക്കാണ് നിങ്ങൾ ചെയ്തത്? മനോരമ നേരത്തെ ഈ സ്ത്രീയുടെ പല വാർത്തകളും ഇവരുടെ എനിക്ക് തോന്നുന്നു പിറന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പൈങ്കിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന വാരികയും അതുപോലെ തന്നെ ഓൺലൈനും ഒക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം, അറിയാത്തതല്ല. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ഒരു കൃത്യമായ വാർത്ത നൽകുമ്പോൾ ആ വാർത്ത പുറത്തു വരുമ്പോൾ അത് ഹൈന്ദവരുടെ വികാരങ്ങളെ കൂടി എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും. അത് ശ്രീലാപിള്ള അടക്കം എന്നെ ശ്രവിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. എതിർഭാഗത്തു വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗമാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകൾ ഏതാണ്ട് വിരലിലെണ്ണാവുന്ന ചാനലുകൾ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം ആ മതത്തെ പ്രീണിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടതെല്ലാം. അരിയും മലരും കുന്തിരിക്കവും ഒരു 9 വയസ്സുകാരനായ കുട്ടിക്കുരിപ്പിനെ മുൻനിർത്തി ഈ കേരളത്തിലെ സകല അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ഇവരുടെ ഫാക്ട് ചെക്ക് ഇവിടെ പോയിരുന്നു. ആ കുട്ടിയുടെ വീട് കണ്ടുപിടിക്കാൻ പോലും 3-4 ദിവസങ്ങൾ വേണ്ടി വന്നു കേരള പോലീസിന്. ഒടുവിൽ ആ കുട്ടിയുടെ പിതാവ് വന്നിരുന്നു പറയുന്നു, ആരും പഠിപ്പിച്ചതല്ല, ആ കുട്ടി സ്വയം പഠിച്ചതാണ്. ഒരു 9 വയസ്സുകാരൻ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കാനുള്ള മുദ്രാവാക്യം മുഴക്കാൻ, അത് എഴുതാൻ, അത് പഠിക്കാൻ, അത് വിളിക്കാനും അത് ഏറ്റുപറയാനും സ്വയം പഠിച്ചതാണെങ്കിൽ ആ കുട്ടി പഠിച്ച ആലയം നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ അപകടകരമായ വിജ്ഞാനം കിട്ടിയത് എന്ന് നമുക്കറിയണം. ആ കുട്ടി മദ്രസകളിൽ പഠിക്കുന്ന കുട്ടിയാണോ? ഏതു മദ്രസയിലാണ് ആ കുട്ടി പഠിച്ചത്? ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഏത് അധ്യാപകനാണ് ആ കുട്ടിയെ അറബി പഠിപ്പിച്ചത്? മലയാളം പഠിപ്പിച്ചത് ഏത് അധ്യാപകനാണ്? ഇങ്ങനെ പ്രാസമൊപ്പിച്ചു, വരികൾ ഒപ്പിച്ച് ഇങ്ങനെ രൂപത്തിൽ ഒരു മുദ്രാവാക്യം എഴുതാനും അത് വിളിക്കാനും ഈ കുട്ടിക്ക് പ്രാക്ടീസ് കൊടുത്തിട്ടില്ല എന്ന് ഒരു പിതാവ് എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ ഫാക്ട് ചെക്ക്? എന്തേ നിങ്ങളത് ചെക്ക് ചെയ്തില്ല? അതും പോട്ടെ, കാസർഗോഡ് കാഞ്ഞങ്ങാട് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കേട്ടിത്തൂക്കുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ നിങ്ങളുടെ ഫാക്ട് ചെക്ക് എവിടെ പോയിരുന്നു? ഈ കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ പൊതുനിരത്തിൽ ഇറങ്ങി പട്ടാപ്പകലിൽ ഈ രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ നിങ്ങളുടെ ഫാക്ട് ചെക്ക് എവിടെ പോയിരുന്നു? 10 സെക്കൻഡിന്റെ പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ അങ്ങ് തീർത്ത് കളയാൻ ഞങ്ങൾ പ്രാപ്തരാണ് എന്ന് പറഞ്ഞ് ഒരു നരന്ത് പയ്യൻ വെല്ലുവിളിച്ചപ്പോൾ നിങ്ങളുടെ ഫാക്ട് ചെക്ക് ഇവിടെ പോയിരുന്നു. ഇവിടെ കാര്യവാഹകിന്റെയും മുഖ്യ ശിക്ഷകന്റെയും ശിക്ഷക് പ്രമുഖിന്റെയും ഒക്കെ വീട് ഞങ്ങൾക്കറിയാം. ഈ നാട്ടിലെ RSS BJP നേതൃത്വങ്ങളുടെ വീടുകളും അവരുടെ ഭാര്യമാരുടെ വീടുകളും അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളും ഒക്കെ ഞങ്ങൾക്കറിയാം. അവസരം വരുമ്പോഴെടുത്ത് ഞങ്ങൾ വിനിയോഗിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ഫാക്ട് ചെക്ക് നിങ്ങൾ ഇവിടെ പോയിരുന്നു. ഈ ഉഡായിപ്പ് കൃഷ്ണഭക്തയുടെ വിഷയത്തിൽ മാത്രം ഫാക്ട് ചെക്ക് നടത്താൻ വേണ്ടി ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മുമ്പിൽ വരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇവരെ പിന്നിൽ നിന്ന് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന്. സ്വാഭാവികം ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത മനോരമയ്ക്കുണ്ട്.
കാരണം മനോരമ എന്ന് പറയുന്ന പത്രം പണ്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന അത് മാത്രമല്ല ചില ആശയങ്ങൾ അല്ലെങ്കിൽ ആ മനോരമ ഉണ്ടാക്കിയ ഒരു വിശ്വാസത്തെ ഒക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ മനോരമയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മനോരമയുടെ ഓൺലൈൻകാരോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഫാക്ട് ചെക്ക് നടത്തുന്നത്? ആരാണ് ഈ ഫാക്ട് ചെക്ക് നടത്തിയത്? ഇതിന്റെ പിന്നിൽ ഇവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്താനുള്ള നിങ്ങളുടെ മാനസിക വികാരം എന്തായിരുന്നു? ഇന്ന് വരെ ഇത്തരത്തിലുള്ള വാർത്തകളല്ല, ഇത്തരത്തിലുള്ള വാർത്തകളെ ഏത് വാർത്തയാണ് ഇതിനു മുമ്പ് നിങ്ങൾ ഇത്തരത്തിലുള്ള ലോക്കൽ ഏത് വാർത്തയാണ് നിങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുള്ളത്? ഈ വിഷയങ്ങൾ കൃത്യമായി പറയണം മനോരമ. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഈ സ്ത്രീയുടെ പിറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവർ എവിടെ ഒളിച്ചിരുന്നാലും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ശ്രീലപിള്ള മറ്റൊരു വിഷയം കൂടി നമ്മൾ കാണണം. എനിക്കിനിയും ജീവിതം വേണ്ട, എന്റെ കുഞ്ഞുമക്കളെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പാരസിറ്റമോളിന്റെ ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ഇവര് ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മാംസം തിന്നുന്ന കഴുകന്മാരാണ് മനുഷ്യന്മാരെക്കാട്ടിൽ, മതം തിന്നുന്ന മനുഷ്യന്മാരെക്കാട്ടിൽ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവര് അടുത്ത ഫോം എങ്ങനെയായിരുന്നു അവര് ചാനലിൽ വന്നത്? ഇവരെന്തോ അന്യനോ? എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത്. ഒരിക്കല് ഇവര് ഡ്യുവൽ പേഴ്സണാലിറ്റിയും അല്ല, ഇവർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആണുള്ളത്. ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയാണ് ആളെ കയ്യിലെടുക്കേണ്ടത്, എങ്ങനെയാണ് പബ്ലിക്കിന്റെ സഹതാപം പിടിച്ചു പറ്റേണ്ടത് എന്ന് കൃത്യമായി ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഇവര്. അതുകൊണ്ട് ഇവരെ ആരും ഒന്നും പറയാതിരിക്കാൻ, ആ വിമർശനങ്ങളിൽ നിന്നും ഇവർക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരെ വിമർശിച്ച ആളുകൾക്കൊക്കെ എതിരെ കേസ് കൊടുക്കുകയും ഒടുവിൽ എനിക്കിനി പാരസെറ്റമോളിന്റെ ഗുളികയിലാണ് ഭയം, എനിക്കിനി വേണ്ട ഈ ലോകം എന്നൊക്കെ പറഞ്ഞ് ആരോടായിരുന്നു ഇവരുടെ പ്രഹസനം? ഇവരെ ആരും വിമർശിക്കാതിരിക്കാൻ വേണ്ടി, ആ വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവരുടെ തത്രപ്പാടും തന്ത്രവുമായിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെയായിരുന്നു മാധ്യമങ്ങളിൽ വന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നിന്നിട്ട് ഇവർ അനാവശ്യം പറയുകയും ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്ത് ഒരു കലാപം അന്തരീക്ഷം ഉണ്ടാക്കാനാണ് പിന്നീട് അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് ഇവർക്ക് ഭർത്താവുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ സ്ത്രീ പറയുന്നു, എന്റെ മോനെ ഞാൻ അങ്ങ് കെട്ടിച്ചു കൊടുക്കുമെന്ന്. ഇസ്ലാമിൽ അങ്ങനെ ബഹുഭർത്തൃത്വം ഇല്ലല്ലോ താത്ത. ഗുരുവായൂരിലേക്കുള്ള വരവ്, ആ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ അന്വേഷണ ഏജൻസിക്കും മറ്റും നൽകിയതാണ്, വിഷയങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില പബ്ലിക് റിലേഷനുമായി മനോരമ പോലുള്ള, ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കാം, പൊക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ മനോരമ പോലുള്ള കാര്യങ്ങൾ, മനോരമ പോലുള്ള ഒരു പത്രം, മനോരമയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ആരോ ഒരാൾ ചോദിക്കുന്നു. ഏതായാലും ഹൈന്ദവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മനോരമയല്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ കോടതിയിലാണ്. ഇന്ന് അവർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഹൈന്ദവരുടെ വികാരങ്ങളും ഹൈന്ദവരുടെ വിശ്വാസവും അല്ലെങ്കിൽ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെയൊക്കെ അവസാന വാക്ക് മനോരമയല്ല. അത്തരത്തിലുള്ള ഫാക്ട് ചെക്ക് നടത്തിക്കൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും മാർഗവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരത്തിൽ എന്നും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു മനോരമയും കണ്ടത്തിൽ ഫാമിലിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിരുന്നു അത്തരത്തിൽ ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് അപമാനിച്ചതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹൈന്ദവരുടെ വികാരങ്ങൾ, ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പൊ ഏറ്റവും ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. ആ ഗുരുവായൂരിലേക്ക് എത്തി അവിടെ ഇത്രയധികം ഈ വാർത്തകളൊന്നും, ഈ വാർത്തയൊന്നും ഫാക്ട് ചെക്ക് മാത്രമേ മനോരമ നടത്തിയിട്ടുള്ളൂ. ഇവർ കാണിച്ചിട്ടുള്ള പേക്കൂത്ത്, അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പ്രശ്നങ്ങൾ, അവർ കേക്ക് മുറിച്ചത്, അവർ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇതൊന്നും മനോരമയ്ക്ക് പ്രശ്നമല്ല. അതൊന്നും മനോരമ ചെക്ക് ചെയ്തിട്ടില്ല. മനോരമ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായ ഈ വഴക്കിനെ പറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഉണ്ടായ പോർവിളിയെ പറ്റി എന്തുകൊണ്ടാണ് ഫാക്ട് ചെക്ക് നടത്താഞ്ഞത്? എന്താണ് നടത്താത്തത്? അപ്പോ ഇതിൽ കൃത്യമായ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കൃത്യമായ രീതിയിലുള്ള പല മീഡിയാസും, ഈ മീഡിയാസ് മാത്രമല്ല, ഇത് മാത്രമല്ല, നമുക്കറിയാം ഈ സ്ത്രീ ഇത്രയേറെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോഷ് ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയി അവരുടെ കഥകൾ പറഞ്ഞു. പക്ഷേ ആ ജോഷ് ടോക്ക് അധികം കയറിയില്ലെങ്കിൽ അവിടെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങൾ ചെന്ന് ഇവരുടെ സ്വഭാവം, അതായത് ജോഷ് ടോക്കിനോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ പിന്നിൽ വലിയ ഒരു കൂട്ടം ജനങ്ങളുണ്ട്, വലിയ ഒരു കൂട്ടം ആൾക്കാർ, അതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഒപ്പം ഒരു അധ്യാപകൻ, ഇവരുടെ എന്നെയൊക്കെ വിളിച്ചിട്ടുള്ളത് ഒരു അധ്യാപകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അധ്യാപകൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ പ്രൊഫൈലിലും കയറി നടന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇങ്ങനെ ഇവർക്ക് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, സ്കൂളിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ആക്ടിവിറ്റിയും ഇല്ലാത്ത അധ്യാപകനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അയാളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവർക്ക് വേണ്ടി ഇങ്ങനെ നടന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെയൊക്കെ പ്രൊഫൈൽ വന്ന് വ്യാജ ഐഡിയിൽ വന്ന് പലവട്ടം മെസ്സേജ് അയച്ചു. ഇപ്പോൾ അത് കാണുന്നില്ല. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്നെ ഭയങ്കരമായി അങ്ങനെ ഒരു വ്യക്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണകളിൽ ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അർഹിക്കുന്ന അവഗണനയോടുകൂടി ഞാൻ അതിനെയൊക്കെ തള്ളിക്കളയാറാണ് പതിവ്. കാരണം അതിനുവേണ്ടി പോലും ഒരു 15 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അവർക്ക് നമ്മൾ മനസ്സിലായ ശേഷം അയാളെ കാണുന്നില്ല.
ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസുണ്ട്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഏതായാലും മനോരമ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് വളരെ മോശകരമായ ഒരു നിലപാടാണ്. കേരളത്തിലെ ഹൈന്ദവ സമൂഹം, ആ വിശ്വാസികളുടെ സമൂഹം, ഹൈന്ദവ സമൂഹം എന്ന് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, വിശ്വാസികളുടെ സമൂഹം, ഞങ്ങളെ പോലുള്ള ചില വിശ്വാസികൾ ഇവരുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് വളരെ കൃത്യമായ ആരോപണമാണ്. ഞങ്ങൾ അതൊരു വ്യാജ ആരോപണമോ അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ കോടതിയിലേക്ക് പോകുമായിരുന്നില്ല. ഏതാണ്ട് 18ഓളം കേസുകൾ വളരെ കൃത്യമായി തന്നെ ഞാൻ ആ കേസിന്റെ FIR ഡീറ്റെയിൽസ് അടക്കം എടുത്തുകൊണ്ട് കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് രേഖകൾ സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഇങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരിയാണ്, ഇവർ വരുന്നതും തട്ടിപ്പിനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞത് കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് രേഖകളുമായി വന്നാണ്. അത്തരത്തിലുള്ള വാർത്തകളൊന്നും കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഏറ്റെടുക്കുകയോ അത്തരത്തിൽ സംസാരിക്കുകയോ ചെയ്യില്ല. ചില മാധ്യമങ്ങൾ പറയുന്നത് ആ ഭാഗം പഠിച്ചില്ല എന്നാണ്. ഒരു ഭാഗം മാത്രം കൊടുത്തുകൊണ്ട് അവരുടെ ഭാഷം കൊടുക്കുന്ന ചില മാധ്യമങ്ങളുടെ വാദം മറുഭാഗം പഠിച്ചില്ല എന്നാണ്. ഏതായാലും ഈ വിഷയത്തിൽ മാത്രം മറുഭാഗം പഠിക്കാത്ത ചില മാധ്യമങ്ങളുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ബാക്കി എല്ലാ വിഷയത്തിലും മറുഭാഗം പഠിക്കുന്ന ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മറുഭാഗം പഠിക്കുന്നില്ല. ഇത് ഞാൻ ചോദിച്ചില്ല കേട്ടോ, പലരും ചോദിച്ചവർ എന്നോട് വന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞതാണ്. കേരളത്തിലെ ഹൈന്ദവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടോട് കൂടി പോകുന്ന ഒരു ഓൺലൈനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏതാണ് ഓൺലൈൻ ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ള ഓൺലൈനിൽ അടക്കമുള്ള ചില കാര്യങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകിയപ്പോൾ, ഒരു വൺ സൈഡഡ് ആയി വാർത്ത നൽകിയപ്പോൾ അവരോട് നിങ്ങൾ ഈ വിഷയങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചവരോട് അവർ പറഞ്ഞ മറുപടിയാണ്. ചിലർ വന്ന് എന്നോട് വളരെ സങ്കടത്തോടു കൂടി അവർ ഇങ്ങനെ ചെയ്തല്ലോ, എന്താണ് അവരിങ്ങനെ ചെയ്യുന്നത്, ഞാൻ എനിക്കറിയില്ല, അത് അയാളോട് ചോദിക്കണം, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയായിരുന്നു. ഇപ്പൊ കോടതിയിൽ കേസിൽ കിടക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിനു മാത്രമല്ല വൈകാരികതകളുള്ളത്. ഇപ്പോ ഒരു നിള നമ്പ്യാർ എന്ന പേരിൽ ഒരു ID തുണി ഉരിയാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്തത് ഒരു മുസ്ലിം സ്ത്രീയാണ് അവര്. അപ്പോ അങ്ങനെ ഒരു ആസിയ എന്ന് എങ്ങനെ പറയും, നവാസിന്റെ ഭാര്യയാണ് എന്ന് എങ്ങനെ പറയും, തുണി ഉരിയാനാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു നമ്പ്യാർ, ഒരു നായർ, ഒരു ഹൈന്ദവ നാമമൊക്കെ സ്വീകരിച്ചാൽ പെട്ടെന്ന് നമ്മളുടെ വീഡിയോസ് അങ്ങോട്ടും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ പോപ്പുലാരിറ്റി കിട്ടുമെന്ന് അവര് ഒരു ഗെയിം സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചു. അത് സക്സസ് ആവുകയും ചെയ്തു. അവരെയും പൊക്കിക്കൊണ്ട് നടക്കാൻ ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ വിഷയത്തിൽ പക്ഷേ ഫാക്ട് ചെക്ക് ഉണ്ടായില്ല. എങ്ങനെയാണ് ഈ ഹിന്ദുക്കളായ ദുർബല മനസ്കരെ, അവര് പൊതുവെ ദുർബലരാണ്, എല്ലാവരെയും എടുത്ത് തലയിൽ വെക്കും, വിശ്വസിക്കും, കൊണ്ടു നടക്കും, പെട്ടെന്നൊരു ദിവസം പണി കിട്ടുമ്പോൾ കൊണ്ടുവന്ന് താഴെ ഇടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ നിരന്തരം കാണുന്ന വസ്തുതകളാണ്. അപ്പൊ ഇങ്ങനെ വരുന്നപ്പോ ഒരുപാട് ഹിന്ദുക്കൾക്ക് മനസ്സിലായി, എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് പോയി നിന്നിട്ട് പറ്റിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ പറ്റിച്ചവനെ തെറി പറയുന്ന രീതി ശരിയല്ലല്ലോ. നമ്മുടെ കഴിവുകേട് കൂടി കൊണ്ടാണല്ലോ ഈ പറ്റിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മളെ ഒരാള് പറ്റിച്ചാൽ നമ്മുടെ ഭക്തിയാകട്ടെ, സമ്പത്താകട്ടെ, സൗഹൃദമാകട്ടെ, വിശ്വാസ്യതയാകട്ടെ, എന്തു തന്നെയായിരുന്നാലും ശരി, അത് എതിരാളിയുടെ കഴിവ് മാത്രമല്ല, അതിനകത്ത് ജ്വലിച്ചു നിൽക്കുന്നത് നമ്മുടെ കഴിവ് കേടുകൂടിയാണ്. അതിനെയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. അങ്ങനെ ഇവരുടെ വലയിൽപ്പെട്ട് കിടക്കുന്ന കുറച്ചധികം ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തണം എന്ന് കുറച്ച് ഹിന്ദുക്കൾ അങ്ങ് തീരുമാനിച്ചു. ഇവരെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് ഫാക്ട് ചെക്കുകൾ ഇതുപോലെ പൊക്കിയെടുത്ത് FIRന്റെ കോപ്പി അടക്കം തെളിവുകൾ അടക്കം പുറത്തുവിട്ടു. ശ്രീലാപിള്ള തന്നെ ഒരുപാട് വിഷയങ്ങൾ ജനമധ്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് ചാനലുകളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ വരയ്ക്കാം, ഇവർക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം. ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇവിടെ ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും കണ്ണന്റെ ചിത്രം കൊണ്ടു നടന്ന് ഗുരുവായൂരിൽ വിൽപ്പന നടത്തുന്നതും, അവിടെ വന്നിട്ട് ഇൻഷാ അല്ലാ മാഷാ അല്ലാ പറയുന്നതും, അവിടെ വന്നിട്ട് ഞാൻ 5 നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിലേക്ക് വരുന്നത് 15 സെക്കൻഡിന്റെ റീൽ എടുക്കുന്നതിന് വേണ്ടിയല്ല, ഗുരുവായൂർ ഞാൻ വരുന്നത് ഭക്തി കൊണ്ട് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് വിശ്വാസി സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു സംശയം ജനിക്കും. അത് ഇസ്ലാം മതവിശ്വാസികൾക്കും ഉണ്ടാകും, ഹൈന്ദവ മതവിശ്വാസികൾക്കും ഉണ്ടാകും. ഇവര് ശരിക്ക് പറഞ്ഞാൽ ഇവരുടെ നിലപാട് എവിടെയാണ് ഇവർ നിൽക്കുന്നത്? ഇത് തന്നെയാണ് കോടതിയിൽ ചോദിച്ചത്. എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിലപാട്? നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണോ? അവിടെ നിൽക്കൂ. നിങ്ങൾ ഹൈന്ദവ മതവിശ്വാസിയാണോ? ഇവിടെ നിൽക്കൂ. ഇതിന്റെ രണ്ടിനെയും കൂട്ടിപ്പിടിച്ച് 2 മതവിഭാഗങ്ങൾക്കിടയിലും സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു കലാപമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അതിനൊരിക്കലും ഒരു നല്ല ലക്ഷ്യമായിട്ട് കാണാൻ കഴിയില്ല. ഇതിനു മുമ്പും കണ്ണന്റെ ചിത്രം ഒരുപാട് ആളുകൾ വരച്ചിട്ടുണ്ട്, ജീവനുണ്ട് എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ. എത്രയോ മുസ്ലിങ്ങൾ തന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എമ്പാടും. അങ്ങനെ വരച്ച് ജീവിക്കുന്ന അനേകായിരങ്ങൾ ഉണ്ട് ഇന്നും. പക്ഷെ അവർക്കാർക്കും ഇങ്ങനെ ചീപ്പ് പോപ്പുലാരിറ്റി വേണ്ട. നരേന്ദ്രമോദിക്ക് ഒരു ചിത്രം കൊടുക്കുക, അതുവഴി ശങ്കരേട്ടൻ ഗർഭിണിയായി,
ശങ്കരേട്ടന്റെ ഭാര്യ 4 പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്ത് വിടുവായത്തരവും പറഞ്ഞ് ഒരു മതവിഭാഗത്തെ കബളിപ്പിക്കാനും 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനും തെറ്റിക്കാനും ശ്രമിക്കുമ്പോൾ നമുക്കതിനെ തീർച്ചയായിട്ടും വിമർശിക്കേണ്ടതുണ്ട്. നന്ദി. അപ്പക്കുട്ടൻ നായരെ ഹായ്. ഷമ്മി, നിങ്ങൾ എന്തിനാണ് വർഗീയത പറയുന്നത്? ഇത് വർഗീയതയാണ് എന്ന് തോന്നുന്നെങ്കിൽ താങ്കൾ ഒഴിഞ്ഞു പോകുക. ഷമ്മി, നിങ്ങൾ എത്ര ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാലും നിങ്ങളെ കണ്ടാൽ ഒരു മുസ്ലിം സ്ത്രീയെ പോലെയുണ്ട്. ഒരു മുസ്ലിമായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്നും എല്ലാ മതക്കാരും ബഹുമാനിക്കാനും ഒരു നല്ല വ്യക്തിക്ക് പറ്റും. ശരി, അങ്ങനെയുള്ള ഒരു നല്ല വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വളരെ സന്തോഷം. എനിക്കതിന് കഴിയുന്നില്ല. തെറ്റ് കണ്ടാൽ തുറന്നു പറയും. ഷിഫാത്ത്, ജസ്ന ഇത്തയുടെ കാര്യത്തിൽ ഷമ്മി എന്താ പറയുന്നത്? അമ്പലത്തിൽ പോയി റീൽ എടുക്കാനാണോ? അതെ, അമ്പലത്തിൽ പോയി റീൽ എടുത്തിട്ട് തലയിൽ തട്ടമിട്ടാൽ മതി, കുഴപ്പമില്ല. തലയിൽ തട്ടമിട്ടാൽ മതി. തലയിൽ തട്ടമിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണിക്കാമെന്നാണല്ലോ പൊതുവെ നമ്മുടെ ഒരു വാദം. മാധവ് മുഹമ്മദാണോ? മുഹമ്മദ് KB ആണോ? വേറെ പണിയൊന്നുമില്ല ഇതിന് നസീമ? ഇല്ല. വിഷ്ണു, മുസ്ലിം മാരേജ് ആൻഡ് ഡിവോഴ്സ് ഡീറ്റെയിൽ വീഡിയോ. ഞാൻ ഏക സിവിൽ കോഡിനെ കുറിച്ച് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുഹമ്മദ് നബിയുടെ അത്ഭുത ജനനവും മുഹമ്മദ് നബിയുടെ വാപ്പ, ഉമ്മ, തറവാട്, വിവാഹം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് പറ്റിയാൽ വൈഫൈ ഒന്നും പോയിട്ടില്ലെങ്കിൽ 11 മണിക്ക് വീണ്ടും കാണാം. നന്ദി. വെൽക്കം മോദിജി. ഹായ്. ഓക്കെ.